ഹായ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തോന്നാണ്? ഇന്നത്തെ വീഡിയോ എന്തിനെന്ന് വെച്ചാൽ ഒരു അഡ്ഗ്രേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരിക്കും. എന്നിട്ടെന്ന് വെച്ചാൽ ഒരു ബെട്ടോ ഇത് കുഴിയിലുണ്ടായിരിക്കും, അത് പാസ്പോർട്ടിനകത്ത് വീഴും. അത് എന്തിനാണ് അതിനകത്തുള്ളതെന്ന് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് അല്ലെങ്കിൽ കണ്ണ് കെട്ടാതെ ഒന്ന് നോക്കും. ഒരു പാസ്പോർട്ട് ഉണ്ട്, എന്റെ ഇപ്പത്തെ ഹോളിട്ടിരിക്കും. നമ്മളതിങ്ങനെ എന്റെ അകത്തൂടെ ഇത് ഗസ്റ്റ് ആണ്, ഒരു ചലഞ്ചാണ്. ഗസ്റ്റ് ചലഞ്ച് അങ്ങനെ വല്ലതായിരിക്കും ഇതിന്റെ പേര്. അതായത് ഒരു കാർഡ് ബോണ്ടിനകത്ത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവയ്ക്കാം, എന്ത് വേണമോ വയ്ക്കാം. ചിലപ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതും വയ്ക്കും. ഇവര് സൈഡിലൊരു ദൂരം കാണാം, അതിൽ കൂടെ കൈയിട്ട് കടിക്കണ ഞെക്കാവല്ലോ ചെയ്താൽ ചിലപ്പോൾ അത് കടിച്ചെന്നിരിക്കും. പതുക്കെ തൊണ്ട കേട്ടോ, പതുക്കെ തൊടണം. ചിലപ്പോൾ അത് ഞെക്കിയാ ചിലപ്പോൾ കൊത്ത അങ്ങനെ നിങ്ങൾ അതിനെ ഇറുക്കാവെല്ലാം പോവുകയാണെങ്കിൽ ഞാൻ പറയാം ഡേഞ്ചർ എന്ന്. അതിങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗെയിമിൽ വഴി തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നേരെ ഓക്കെ. അപ്പൊ ആദ്യം ആരാണ് മത്സരിക്കാൻ പോണേ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു കളിയേ ഉള്ളൂ. ഓ പറയാം, ഡുഡു മത്സരിക്കണോ കുങ്കൂസ് മത്സരിക്കണോ? കുങ്കൂസ്. അപ്പോൾ കുങ്കൂസാണ് ആദ്യം തന്നെ മത്സരിക്കാൻ പോണത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം കുങ്കൂസ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ പറയാവൂ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ പറയണ്ട. തൊട്ട് നോക്കിയിട്ട് അവിടെ പോയി നിൽക്കണം. അടുത്ത് വന്ന് ഡുണ്ടു വന്ന് തൊട്ട് നോക്കും. പേടിക്കാന്തോ അത് കൂടിപ്പോയാ ഒരു വലിയൊരു പാമ്പ് കൂടിപ്പോ. അയ്യോ അങ്ങനെ തൊട്ടൊന്നും നോക്കല്ലേ, എന്നിട്ട് എല്ലാം വെച്ച് ചിലപ്പോൾ ആ സമയത്തായിരിക്കും അത് ചാടി ഒന്ന് കൊത്തണത്. അങ്ങനെ ഒന്നും തട്ടിയൊന്നും നോക്കല്ലേ, എങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ദേഷ്യം ഒന്നും എന്തിനു ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. ഓ, അപ്പോൾ ആദ്യത്തെ സംഭവം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണാണ്, ഊസിന്റെ ഫ്രണ്ട്സൊക്കെ. ഊസ് ധൈര്യശാലിയല്ലേ, കാണിച്ചോളൂ. തൊട്ട് നോക്ക്, ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അപ്പം മനസ്സിലാവും. തൊട്ട് നോക്ക്, ജീവനുള്ളതോ ആവോ ഇല്ലാത്തതോ. നീ അവിടെ ഇരുന്നാൽ മതി. വരെ കൊത്തൂല തിരിച്ചേടാ കള്ള, തിരിച്ചില്ല കൊത്തൂല. കൊത്തണ രീതിയിലല്ല ഇരിക്കണം. തൊട്ട് നോക്ക്. എന്തോ കിട്ടിയല്ലേ? മഹാവീരനായ ഡുഡു എത്തിയിട്ടുണ്ട്. അവിടെ കൈയിട്ട് തൊട്ട് മാത്രം വായിക്കാതെ അത് പറഞ്ഞു തരാണെങ്കിൽ പിന്നെ അതിന് നീ തൊട്ട് നോക്ക്. തൊട്ടില്ലല്ലോ അങ്ങനെ ശൂര പരാക്രമിയായ ഡുണ്ടു. കുങ്കൂസ് പേടി തോറി, നീ കാണിച്ചോട്ട്. തല അപ്പുറത്താണ് നിൽക്കണം. കടിക്കൂല ഞാൻ സത്യം കടിക്കൂല. തോട് ധൈര്യമായിട്ട് തോട്, ധൈര്യമായിട്ട് തോട്, എന്തിന് പറ. എലിയ പറഞ്ഞ ഓക്കെ, ഡുണ്ടു പറഞ്ഞു. അപ്പൊ എന്തായാലും ഡുണ്ടു പറഞ്ഞു. കുങ്കൂസ് പറ എന്തോന്നു? കുളിക്കാനൊക്കെ ഉപയോഗിക്കും. അതിനൊക്കെ ഉപയോഗിക്കും. എന്തോന്നു? കുങ്കൂസ് പറഞ്ഞിട്ടുണ്ട്. മറ്റേ തേങ്ങേന്റെ അകത്തിരിക്കണല്ലേ തേങ്ങ. അപ്പൊ ഡുണ്ടുവിന്റെ എലിനെ നമ്മൾ പിടിച്ചിട്ട് കൊടുക്കണം. ഇതാണ് അവന്റെ എലി. അങ്ങനെ ഒന്നും ചാടാനൊന്നും അതിന് ശക്തിയില്ല.
അടുക്ക് നീ സൈഡിലല്ലേ വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പോ കൈ അകത്തോട്ട് കൊണ്ടുപോകും നാളെ ക്രിസ്മസ് ആണെന്നതേ അടി പറയല് മനസ്സിലായ അയ്യോ ഇന്റെ തല ഇവിടെ പോയി മുസെ കൊത്തും തിരിഞ്ഞല്ലടാ തിരിഞ്ഞു എന്തിനു പണ്ട് പള്ളി കാണാം പല്ലിയ എന്താടാ നിനക്ക് നീയോട്ട് നിന്റെ ഒരു എലിയോട്ട് നീ ആരടാ ഇതെനിക്ക് മനസ്സിൽ എന്തിനായാലും മനസ്സിലായ ഓക്കെ പോയിക്കോ പിങ്ക് കളറിലുള്ള ആരോമിന് ആ ഡുണ്ടു പറ ഞാൻ പറയാട്ടാ ഏ അതെ ഞാൻ എന്നെ കണ്ട് കോപ്പി ഇത് പാവല്ലേ നീയല്ലേ പറയാ എലി ഇത് അപ്പൊ നിന്റെ ഞാൻ അപ്പൊ കാണിക്കണമല്ല സാധനാടാ കടിക്കണമൊന്നും ഞാൻ എടുത്തില്ല തുപ്പലാ തുപ്പല തുപ്പലെടുത്ത് വെച്ചേക്കണ തുപ്പലൊന്നുമല്ല അയ്യോ ആരോമനെ വായി തന്നെ കൊണ്ടുവച്ചോളൂ ഇത് പിടിയിട്ടില്ലാത്ത നല്ല സാധനം എടുത്ത് വെച്ചു ഓക്കെ പോയിക്കോ ദിവസം സമയം കഴിഞ്ഞു ഒരു തൊട്ട് മനസ്സിലായെങ്കിൽ പറയല്ലേ പാവയ്ക്ക കുങ്കൂസ് പറ നീ താഴെയാണ് ഇരിക്കണം അത് കുറച്ച് ചെറുതാണ് മനസ്സിലായെങ്കിൽ പറയല്ലേ മനസ്സിലായി അയ്യോ അല്ല പല്ലില്ല മനസ്സിലായി പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായ സാധനം ഒരുമിച്ച് പറയണം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പറയണം റെഡി 1 2 3 സ്റ്റാർട്ട് ആ രണ്ടോ ശരിയാണ് എന്നൊക്കെയായി നോക്കി കടിക്കുക ഞാൻ കടിക്കണതൊന്നും വയ്ക്കില്ലല്ലേ വയ്ക്കാൻ പറ്റുമെങ്കിൽ വച്ചേനെ പക്ഷെ പറ്റിയില്ല അതുകൊണ്ട് ഇത് വെച്ച് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ആരാണ് ജയിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. കുങ്കൂസ് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ ഞെക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.